അതെ, നമുക്ക് ഇന്നൊരു നൊസ്റ്റാൾജിക് ചമ്മന്തി ഉണ്ടാക്കിയാലോ? അതായത് നാട്ടിൻപുറങ്ങളിലൊക്കെ പണ്ട് തേങ്ങ ചുട്ടരച്ചിരുന്ന ഒരു ചമ്മന്തി ഇല്ലേ? അപ്പൊ അത് നമുക്ക് എളുപ്പത്തിൽ എങ്ങനെയാ ഉണ്ടാക്കുന്നതെന്നൊന്ന് നോക്കിയാലോ? അതിനായിട്ട് ഞാനൊരു തേങ്ങ കഷ്ണങ്ങളായിട്ട് പൊട്ടിച്ചെടുത്തിട്ട് അതൊരു പപ്പടം കുത്തിയിൽ കുത്തി സ്റ്റൗവിൻ്റെ ഫ്ലെയിമിൽ വെച്ചാണ് ചുട്ടെടുക്കുന്നത്. ഇതിൻ്റെ ഓതൻറ്റിക് പ്രിപ്പറേഷൻ എന്ന് പറയുന്നത് വിറകടുപ്പിൽ കനലിലാണ് ചുട്ടെടുക്കേണ്ടത്. പക്ഷേ ഇപ്പം ഭൂരിഭാഗം ആൾക്കാർ ഫ്ലാറ്റിലും വിദേശത്തും ഒക്കെ അല്ലേ താമസിക്കുന്നത്. അപ്പോൾ അവർക്കും ഇതൊന്ന് ചെയ്തു നോക്കണമല്ലോ. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു രീതി കാണിക്കുന്നത്. അപ്പം ഇങ്ങനെ നമ്മൾ ഒരു പപ്പടം കുത്തിയിലോ അല്ലെങ്കിൽ ഒരു ഫോർക്കിലോ ഒക്കെ കുത്തി നമുക്ക് തേങ്ങ ഇങ്ങനെ ചുട്ടെടുക്കാൻ പറ്റും. ഇപ്പം ഈ നാട്ടിൽ മഴയും അല്ലേ, മഴയത്തൊക്കെ ഉണ്ടാക്കി കഴിക്കാൻ പറ്റിയ നല്ലൊരു ചമ്മന്തിയാണിത്. അപ്പം നമ്മൾ തേങ്ങ ചുട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഇനി ചുട്ടെടുക്കാൻ പോകുന്നത് വറ്റൽമുളകാണ്. വറ്റൽമുളക് ചുട്ടെടുക്കുമ്പോൾ നമ്മൾ തുമ്മും ചുമയ്ക്കും ഒക്കെ ചെയ്യും കേട്ടോ. അപ്പോൾ വറ്റൽമുളകും നമ്മളിവിടെ ചുട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് വേണ്ട ഇൻഗ്രീഡിയൻറ്റ് ഉള്ളിയാണ്. ചെറിയുള്ളി, ചുമന്നുള്ളി, അതും നമ്മൾ ചുട്ടെടുക്കുവാണ്. എനിക്ക് ഈ ചമ്മന്തി പണ്ട് പനി പിടിച്ച് കിടക്കുമ്പോൾ അമ്മ കഞ്ഞിയുടെ കൂടെ ഉണ്ടാക്കി തന്നിരുന്ന ഒരു ചമ്മന്തിയാണ്. അതിൻ്റെ ടേസ്റ്റ് ഇപ്പോഴും നാവിലുണ്ട്. അപ്പോൾ എനിക്ക് എപ്പോൾ പനി വന്നാലും ഞാൻ ഈ ചമ്മന്തിയുടെ കാര്യം ഓർക്കും. പനി പിടിക്കുമ്പോൾ പിന്നെ ആരെ പോയി ചുട്ടരച്ച് ചമ്മന്തിയൊക്കെ ഉണ്ടാക്കുന്നത്. അപ്പോൾ എനിക്ക് എൻ്റെ അമ്മയെ ഭയങ്കരമായിട്ട് മിസ് ചെയ്യും. പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഞാൻ പറ്റുമ്പോഴൊക്കെ ഇതൊന്നും ഉണ്ടാക്കാറുണ്ട്. അപ്പം നിങ്ങളും ഇത് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ഇനി അടുത്ത് നമുക്കിതിൻ്റെ കൂടെ വേണ്ട ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് വാളംപുളിയും ഉപ്പുമാണ്. അതെല്ലാം കൂടെ കൂട്ടി നമുക്കൊന്ന് അരച്ചെടുക്കാം. ഇപ്പം നമ്മുടെ ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല അരച്ചുരുട്ടി ഇവിടെ എടുത്തിട്ടുണ്ട്. നല്ല അടിപൊളി ചമ്മന്തിയാണ്, നാവിൽ വെള്ളം ഊറുന്ന ചമ്മന്തി. അപ്പം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നിങ്ങൾ ഇതുവരെ ഇതുണ്ടാക്കി കഴിച്ചിട്ടില്ലെങ്കിൽ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി കഴിച്ചു നോക്കണം. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ബൈ.